എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഹോപ്പനോപ്പനോ പറയാം. ഹോപ്പനോപ്പനോ എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും. ഇപ്പം നിങ്ങൾ ഇതിനൊരു മെഡിറ്റേഷൻ മോഡിൽ തന്നെ ഇരിക്കണം എന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതൊന്ന് അഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫീലിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹോപ്പനോപ്പനോയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയാമല്ലോ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഇത് പ്യുവർലി ഇമോഷൻസിനെ, ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. സോ അതുകൊണ്ട് ഇമോഷൻസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഐ എം സോറി പറയുമ്പോൾ നമ്മളെല്ലാവരും സോറി പറയും അല്ലേ, പക്ഷെ അതൊരു ഫീലിങ്ങോട് കൂടെ ആയിരിക്കുമോ പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്താലും ഐ എം സോറി ഭയങ്കര കാഷ്വലായിട്ട് നമ്മളുടെ ഒരു ഫീലിങ്സും ഇല്ലാതായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഹോപ്പനോപ്പനോ വർക്ക് ചെയ്യണമെങ്കിൽ അത് പ്യുവർലി നമ്മൾ എത്രമാത്രം ഫീലോട് കൂടെ ചെയ്യുന്നു എന്ന് ഉള്ളതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ അതിന് 21 ടൈംസ് പറയണമെന്നോ അല്ലെങ്കിൽ 108 ടൈംസ് പറയണമെന്നോ ഒന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു 3 ടൈംസ് പറഞ്ഞാലും മതി. പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടാവണം. ഐ എം സോറി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്ഷമ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആൻഡ് ഫോർഗീവ്നെസ് ചോദിക്കുമ്പോഴും അത് ഹൃദയം തട്ടി തന്നെ നമ്മൾ ആ മാപ്പ് ചോദിക്കണം. താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഈ തരത്തിൽ നമുക്ക് ഹോപ്പനോപ്പോനോ ചാൻറ്റ് ചെയ്യാൻ പറ്റിയ അമേസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും.